ഇന്ന് എനിക്കൊരു ചെല്ലാൻ വന്നു, വണ്ടി ഓവർ സ്പീഡ് ഓടിച്ചെന്ന് പറഞ്ഞിട്ട്, അല്ലെ പരിവാഹന്റെ സൈറ്റ് എന്ന് പറഞ്ഞിട്ട്. ഇതുപോലൊരു മെസ്സേജ് പലർക്കും വന്നു കാണും. യുവർ ട്രാഫിക് വയലേഷൻ ഫൈൻ ഈസ് ഓവർ ഡ്യൂ, പേ ഇറ്റ് ആസ് സൂൺ ആസ് പോസിബിൾ. ഓരോരോ റാൻഡം നമ്പറുകളിൽ നിന്നായിരിക്കും ഇതുപോലത്തെ മെസ്സേജുകളൊക്കെ വരുന്നത്. നാട് നല്ല ക്യാമറ വെച്ചിട്ടുള്ളതുകൊണ്ട് അതിലേതെങ്കിലും പെട്ടാണെന്ന് കരുതി ഈ ഒരു ലിങ്കിൽ കയറിയാൽ നമ്മുടെ പൈസ പോകുന്ന വഴി അറിയില്ല. നമുക്ക് ഈ ലിങ്കിൽ കയറി നോക്കാം. എൻ്റെ ഒരു ഫ്രണ്ടിന് വന്നൊരു മെസ്സേജാണിത്. ഇതിലൊരു വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട്, echalaq.vip/in. ആദ്യത്തെ കാര്യം, ഇത് ഒഫീഷ്യൽ വെബ്സൈറ്റ് അല്ല. ഈ ചലാൻ നോക്കാനുള്ള ഗവൺമെൻറ് ഒഫീഷ്യൽ വെബ്സൈറ്റ് എന്നത് echallan.parivahan.gov.in എന്നാണ്. നമ്മൾ ഈ ഫേക്ക് വെബ്സൈറ്റ് എടുത്ത് നോക്കിയാൽ അതിൽ നമ്മുടെ വണ്ടി നമ്പർ അടിച്ചു കൊടുക്കാൻ പറയും. അങ്ങനെ നമ്മൾ അടിച്ചു കൊടുത്താൽ നമ്മുടെ വണ്ടിയുടെ പേരിൽ ഒരു ഫൈൻ കിടപ്പുണ്ട് എന്ന് കാണിച്ചു തരും. മാത്രമല്ല, ഈ ഫൈൻ ഇപ്പോൾ അടച്ചിട്ടില്ല എങ്കിൽ നമുക്ക് വലിയ ഫൈനുകൾ വരുമെന്നും നമ്മുടെ ലൈസൻസ് സസ്പെൻഡായി പോകും എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും. കോമഡി എന്താണെന്ന് വെച്ചാൽ ഏത് നമ്പർ എടുത്ത് അടിച്ചു കൊടുത്താലും ഇങ്ങനൊരു ഫൈൻ നമുക്ക് കാണിച്ചു തരും. നമ്പർ തന്നെ കൊടുക്കണമെന്നുമില്ല. ഇതും വിശ്വസിച്ച് നമ്മൾ പേ നൗ ക്ലിക്ക് ചെയ്താൽ കാർഡ് പേയ്മെന്റ് വെച്ച് നമ്മുടെ അടുത്ത് പേയ്മെന്റ് ചോദിക്കും. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന വെച്ച് നമ്മുടെ ഫോണൊന്നും ഹാക്ക് ആയി പോയില്ല. കാരണം ഇത് വെറും ഒരു ഫേക്ക് വെബ്സൈറ്റ് ആണ്. ഇത് ഒറിജിനൽ വെബ്സൈറ്റ് ആണ്, ഇത് ഫേക്ക് വെബ്സൈറ്റ്. കണ്ടില്ലേ, ഏറെക്കുറെ ഒരേപോലെ തന്നെ ഉണ്ട്. ഇവർക്ക് വേണ്ടത് നമ്മുടെ പൈസയാണ്. പക്ഷേ നമ്മുടെ ഫോൺ ഹാക്ക് ചെയ്തെടുക്കുന്ന MVDയുടെ മെസ്സേജുകളും ഉണ്ട്. അത് പറയുന്നതിന് മുന്നേ ഇതുപോലത്തെ സ്കാം വീഡിയോകൾ ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ഫോളോ. ഈ മെസ്സേജ് നോക്കൂ. ഈ മെസ്സേജ് പലർക്കും വാട്സാപ്പിൽ കിട്ടിയിട്ടുണ്ടാവും. ഫൈൻ വന്നിട്ടുണ്ട്. കൂടുതൽ അറിയാൻ ഇപ്പോൾ തന്നെ താഴെ കൊടുത്തിരിക്കുന്ന ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറയും. ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താൽ അത് കുറച്ച് പണിയാണ്. നമ്മളിപ്പോൾ ഈ കാണുന്ന APK ഇൻസ്റ്റാൾ ചെയ്യുകയാണെന്ന് വെച്ചാൽ ആദ്യം തന്നെ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മുടെ ഹോം സ്ക്രീൻ മാറ്റി ഈ ആപ്പ് ആക്കാനുള്ള പെർമിഷൻ ചോദിക്കും. പിന്നെ വേറെ ആപ്സ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള പെർമിഷൻ ചോദിക്കും. അത് കഴിഞ്ഞ് വേറൊരു ആപ്പ് അവർ ഇൻസ്റ്റാൾ ചെയ്തോളും. ഇതും കഴിഞ്ഞ് ഈ ആപ്പ് ഒരു ഫേക്ക് ഗൂഗിൾ പ്ലേ സർവീസസിൻ്റെ സ്ക്രീൻ കാണിച്ചു തന്നിട്ട് ആക്സസിബിലിറ്റി പെർമിഷൻ ചോദിക്കും നമ്മുടെ ഫോണിൻ്റെ. അതായത് ഇതൊരു മാൽവെയർ ആണ്. ഈ പറയുന്ന പെർമിഷനുകളൊക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൻ്റെ ഫുൾ കൺട്രോൾ ഈ മാൽവെയർ ഏറ്റെടുക്കും. ഇത് കഴിഞ്ഞിട്ടായിരിക്കും ഈ ഫേക്ക് പരിവാഹൻ ആപ്പ് നമ്മുടെ അടുത്ത് ഫോൺ നമ്പർ ചോദിക്കുക. എന്നിട്ട് നമ്മുടെ അടുത്ത് ₹1 പേയ്മെൻറ്റ് ചോദിക്കും. ഈ ₹1 UPI വഴിയായിരിക്കും ചോദിക്കുക. നമ്മൾ നമ്മുടെ ബാങ്ക് സെലക്ട് ചെയ്തിട്ട് പിൻ നമ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ ആ പിൻ വെച്ച് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് കാലിയാക്കും. ഒരുപാട് ടെക്നിക്കലായി എന്നറിയാം. എന്നിരുന്നാലും ആരെങ്കിലും വാട്സാപ്പിലൂടെ ഇതുപോലെ ഓരോ മെസ്സേജുകൾ അയച്ചിട്ട് ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക, അല്ലെങ്കിൽ ഒരു APK ഫയൽ എന്നിട്ട് ഇത് ഇൻസ്റ്റാൾ ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയൊന്നും പോയി ഇൻസ്റ്റാൾ ചെയ്യരുത്. ഇതുപോലെ ഓരോ മാൽവെയറുകളായിരിക്കാം നമ്മുടെ പൈസ മൊത്തം കാലിയാക്കാൻ. ഇതുപോലത്തെ ഒരു ആപ്പ് മതി, സൂക്ഷിക്കുക.